കത്തോലിക്ക സഭയിൽ ഏകദേശം 10,000-ലധികം വിശുദ്ധരുണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത്. എക്കാലത്തും വിശുദ്ധരുടെ സൗന്ദര്യം അവരുടെ വിശുദ്ധിയിലാണ്. എങ്കിലും ഒരു കൗതുകത്തിൻ്റെ പേരിൽ ബാഹ്യ സൗന്ദര്യം ആർക്കാണ് ഏറ്റവും അധികമെന്ന് ചോദിച്ചാൽ അത് ലിമായിലെ വിശുദ്ധ റോസയ്ക്കാണ്. പെറുവിലെ തലസ്ഥാന നഗരിയായ ലിമായിൽ 1586 ഏപ്രിൽ 16 വിശുദ്ധ റോസയുടെ ജനനം. റോസയുടെ ജ്ഞാനസ്നാന നാമം ഇസബെല്ല എന്നായിരുന്നുവെങ്കിലും ശൈശവം മുതലേ ഒരു പനിനീർ പുഷ്പം പോലെ സുന്ദരിയായതിനാൽ എല്ലാവരും ഇസബെല്ലയെ റോസ എന്ന് വിളിക്കാൻ തുടങ്ങി. പിൽക്കാലത്ത് റോസ എന്ന നാമത്തിലാണ് അവൾ അറിയപ്പെട്ടത്. ചെറുപ്പം മുതലേ അസാധാരണ ക്ഷമയും സഹനവും റോസയിൽ കാണപ്പെട്ടു. കുടുംബത്തിൽ ദാരിദ്ര്യമായിരുന്നതിനാൽ മറ്റു വീടുകളിൽ കൂലിവേലയും തയ്യൽ പണിയും ചെയ്ത് അവൾ മുന്നോട്ടുപോയി. ചെറുപ്പം മുതലേ താൻ ദൈവത്തിനുള്ളതാണെന്ന് റോസയ്ക്കറിയാമായിരുന്നു. അതിനാൽ തന്നെ ആഴ്ചയിൽ 3 പ്രാവശ്യം റൊട്ടിയും വെള്ളവും മാത്രം ഭക്ഷിച്ച് ഉപവസിച്ചു. കൂടാതെ തൻ്റെ തോട്ടത്തിൽ അധികവും രുചിയില്ലാത്ത സസ്യങ്ങൾ നട്ടുവളർത്തി. മനുഷ്യകുലത്തിൻ്റെ പാപപരിഹാരത്തിനായി പീഡകളേറ്റ ക്രിസ്തുവിനോടുള്ള സ്നേഹത്തെ പ്രതിയായിരുന്നു അതെല്ലാം. ലോകം നല്ലതെന്ന് കരുതിയ സർവ്വതും അവൾ ക്രിസ്തുവിനായി ഉപേക്ഷിച്ചു. മറ്റുള്ളവർ റോസയുടെ സൗന്ദര്യത്തെ വാഴ്ത്തിയപ്പോൾ സന്തോഷത്തിന് പകരം ഭയമാണ് അവളിൽ ഉടലെടുത്തത്. തന്നിമിത്തം ആരെങ്കിലും പാപത്തിൻ്റെ പ്രലോഭനത്തിൽ അകപ്പെടുമോ എന്ന ഉത്കണ്ഠ അവളെ കാർന്നു തിന്നു. അതിനാൽ റോസ തൻ്റെ ശരീരവും മുഖവും വികൃതമാക്കുകയും ശിരോവസ്ത്രത്തിൻ്റെ താഴെ ക്രിസ്തു ധരിച്ച പോലുള്ള മുൾക്കിരീടം അണിയുകയും ചെയ്തിരുന്നു. വളരും തോറും ഒരു കന്യാസ്ത്രീയാകണമെന്നാഗ്രഹം അതിശക്തമായി തന്നെ റോസയിൽ ഉടലെടുത്തു. എന്നാൽ മകളെ വിവാഹം കഴിച്ചയക്കാൻ ആഗ്രഹിച്ചിരുന്ന മാതാപിതാക്കൾ ഈ തീരുമാനത്തെ എതിർത്തു. എങ്കിലും നിരന്തര പ്രാർത്ഥനകളിലൂടെയും പരിത്യാഗ പ്രവർത്തനങ്ങളിലൂടെയും റോസ തൻ്റെ 20-ാമത്തെ വയസ്സിൽ ഡൊമിനിക്കൻ 3-ാം സഭയിൽ ചേർന്നു. പിന്നീടുള്ള ജീവിതം അക്ഷരാർത്ഥത്തിൽ ദുരിതം നിറഞ്ഞതായിരുന്നു. അന്ത്യമില്ലാത്ത പീഡകളിലൂടെയും രോഗക്ലേശങ്ങളിലൂടെയും അവൾ കടന്നുപോയി. രോഗശയ്യയിലും തൻ്റെ സഹനവും സഹനശക്തിയും വർദ്ധിപ്പിക്കാനാണ് റോസ പ്രാർത്ഥിച്ചത്. രോഗപീഡകളാൽ മൂർധന്യത്തിലെത്തിയപ്പോഴും അവൾ നിശബ്ദമായി സർവ്വതും സഹിച്ചു. അങ്ങനെ 1617 ഓഗസ്റ്റ് 24 ആ നറുമലർ സ്വർഗീയ സമ്മാനത്തിനായി വിളിക്കപ്പെട്ടു. റോസ തൻ്റെ മരണദിവസം പ്രവചിച്ചിരുന്നതായി ചരിത്രം പറയുന്നു. അന്നേ ദിവസം ലിമാ നഗരം സുഗന്ധപൂരിതമായി. ആകാശത്തിൽ നിന്ന് റോസാപ്പൂക്കൾ പൊഴിഞ്ഞ് ലിമായിൽ വീണു. ആ നാട് മുഴുവൻ പുണ്യവതിയുടെ വിയോഗത്തിൽ പങ്കുചേർന്നു. അങ്ങനെ 1671 10-ാം ക്ലെമന്റ് പാപ്പ റോസയെ പുണ്യവതിയെന്ന് നാമകരണം ചെയ്തു. അമേരിക്കയിൽ നിന്ന് ആദ്യമായി വിശുദ്ധയെന്ന് നാമകരണം ചെയ്യപ്പെട്ടവളാണ് റോസ. ലോകസുഖ മോഹങ്ങൾക്ക് പിന്നാലെ ഓടുന്നവർക്ക് എന്നും ഒരു പാഠമാണ് റോസയുടെ ജീവിതം. ചെറിയ നേട്ടങ്ങളിൽ അഹങ്കരിക്കുന്നവർ വർദ്ധിച്ചു വരുന്ന ഈ തലമുറയിൽ വിശുദ്ധ റോസ വേറിട്ടു നിൽക്കുന്നു.